ഉമർ ഖാലിദിനും ഷർജിൽ ഇമാമിനും കോടതി ജാമ്യം നിഷേധിച്ചതിന് ഭരണകൂടത്തെ വെല്ലുവിളിക്കാനും ഭരണകൂടത്തെ അപമാനിക്കാനും ഒക്കെയുള്ള ശ്രമം ഡൽഹിയിൽ നടന്നു. അതും JNUവിലാണ് നടക്കുന്നത്. വീണ്ടും തീവ്രവാദത്തിൻ്റെ പിടിയിലേക്ക് JNU പോവുകയാണ്. ഈ JNU എത്രയോ കാലങ്ങൾ, പ്രത്യേകിച്ച് ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ഒരു സ്വാധീന വലയത്തിലും അതുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടക്കുന്ന ഒരു അർബൻ നക്സൽ എന്ന ഒരു കാലഘട്ടത്തിൽ വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ. ഉദാഹരണത്തിന് രാജ്യവിരുദ്ധമായിട്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട വിഷയങ്ങളുടെയും അല്ലെങ്കിൽ ചർച്ചകളുടെയും ആ തരത്തിൽ ഉയർന്നു വരുന്ന വിഷയങ്ങളുടെയും എല്ലാം ഒരു ചർച്ചാ കേന്ദ്രമായി, അതല്ലെങ്കിൽ അതിൻ്റെ ഒരു ബുദ്ധി കേന്ദ്രമായി, പ്രവർത്തന കേന്ദ്രമായി ഒക്കെ JNUവിലെ വിദ്യാർത്ഥി സംഘടനകളും അതുപോലെ തന്നെ വിദ്യാർത്ഥി വിഭാഗങ്ങളും ഇടതുപക്ഷ സംഘടനകളുടെ കൂടി വിദ്യാർത്ഥി സംഘടനകളുടെ കൂടി സപ്പോർട്ടോടുകൂടി നടന്നിരുന്നു. പ്രത്യേകിച്ച് ഡൽഹിയിൽ കലാപങ്ങൾ ഉണ്ടാകുമ്പോൾ, ഡൽഹിയിൽ തീവ്രവാദാക്രമണങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ ഒരു രാജ്യവിരുദ്ധ ശക്തികളെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള മാനസികാവസ്ഥ അവിടുത്തെ ഈ സ്റ്റുഡൻസ് യൂണിയൻ, അതായത് കോമൺ സ്റ്റുഡൻസ് യൂണിയൻ എന്നുള്ള നിലക്കല്ല, ഒരു വിഭാഗം വിദ്യാർത്ഥികളിൽ വളർത്തിക്കൊണ്ടുവരാൻ തീവ്രമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഡൽഹി കലാപം നടക്കുന്ന സമയത്താണെങ്കിലും, ഡൽഹിയിൽ നിരവധി അക്രമങ്ങൾ നടക്കുന്ന സമയത്താണ്, രാജ്യത്ത് പലതരത്തിലുള്ള അക്രമങ്ങളും അതുപോലെ തന്നെ ബോംബ് സ്ഫോടനങ്ങളൊക്കെ നടക്കുന്ന സമയത്താണെങ്കിലും അതിലെ പ്രതികളെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ JNU മാത്രമല്ല, കേരളത്തിലെയും കേരളത്തിന് പുറത്തും രാജ്യത്തെയും പല ക്യാമ്പസുകളിലും അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. JNU ഒരു കാലഘട്ടത്തിൽ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ കുത്തക ആയിരുന്ന ഒരു കാലഘട്ടത്തിൽ അത് കുറച്ചുകൂടി ശക്തമായി അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നു. അത് പരിപോഷിക്കപ്പെട്ടു എന്നുള്ളത് വസ്തുത തന്നെയാണ്, മറച്ചു വെക്കേണ്ട ഒരു വസ്തുതയല്ല. അടുത്ത കാലത്ത് അതിൽ നിന്ന് കുറച്ചുകൂടി മാറി JNU ക്യാമ്പസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി സ്വാതന്ത്ര്യത്തോടു കൂടി പ്രവർത്തിക്കാൻ കഴിയുന്ന മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ കൂടി ആക്സസ് കിട്ടി. ഉദാഹരണത്തിന് KSU ആണെങ്കിലും ABVP ആണെങ്കിലും മറ്റ് വിദ്യാർത്ഥി സംഘടനകളാണെങ്കിലും, ഇപ്പോൾ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളിൽ ASF അടക്കമുള്ള സംഘടനകൾക്ക് കുറച്ചുകൂടി സ്വാതന്ത്ര്യം കിട്ടിയത് ഇപ്പോൾ ഈ അടുത്ത കാലത്താണ്. അപ്പോൾ ആ തരത്തിൽ ക്യാമ്പസിൽ ഒരു വലിയ ചേഞ്ച് ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് JNU ക്യാമ്പസിൽ ഒരു ദേശീയതയുടേതായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നു. രാജ്യത്തിന് അനുകൂലമായിട്ടുള്ള ചർച്ചകളും പ്രചരണങ്ങളും വിദ്യാർത്ഥികൾ ആ തരത്തിലേക്ക് മാറുന്നു. ഇതൊരു ട്രെൻഡായി മാറി JNUവിനകത്ത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഉമർ ഖാലിദ് അടക്കമുള്ള ആളുകൾക്ക് ജാമ്യം സുപ്രീം കോടതി നിഷേധിച്ചു. അങ്ങ് ചോദിച്ചതുപോലെ ഇമാമിനടക്കം ഈ ജാമ്യം നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഏത് കേസിലാണെന്നുള്ള ആലോചിക്കണം. UAPA ചുമത്തപ്പെട്ടിട്ടുള്ള ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട കേസിലെ പ്രതികൾ ആണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ള പ്രതികൾക്ക് അത് ഗൗരവതരമായ കുറ്റമാണ്. സുപ്രീം കോടതി ജാമ്യം നിഷേധിക്കുമ്പോൾ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഇത് വളരെ ഗൗരവതരമായിട്ടുള്ള കുറ്റമാണ്, UAPA ചുമത്തപ്പെട്ടിട്ടുള്ളതാണ്, ഇതിൽ ജാമ്യം കൊടുക്കാൻ കഴിയുന്നതല്ല എന്ന് പറഞ്ഞ് ജാമ്യം നിഷേധിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ അത് ജാമ്യം നിഷേധിച്ചതിൻ്റെ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് JNU ക്യാമ്പസിനകത്ത് സർക്കാർ വിരുദ്ധ പ്രചരണം ആരംഭിക്കുക, പ്രധാനമന്ത്രിക്കെതിരെ, ആഭ്യന്തരമന്ത്രിക്കെതിരെ, BJP നേതാക്കന്മാർക്കെതിരെ ഒക്കെ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട്, അത് അപകടകരമായ മുദ്രാവാക്യങ്ങൾ, രാജ്യദ്രോഹപരമായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി തീവ്രമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് അക്രമങ്ങളിലേക്കും കലാപങ്ങളിലേക്കും വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യുന്ന തരത്തിൽ, അതിനുവേണ്ടി പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോവുക. സ്വാഭാവികമായും പോലീസ് കേസെടുക്കും, പരാതി ഉണ്ടാകും, പോലീസ് കേസെടുത്തു. അതിൽ അങ്ങനെ മുദ്രാവാക്യം വിളിച്ചിട്ടുള്ളതോ അതിൻ്റെ നേതൃത്വം കൊടുത്തിട്ടുള്ള ആളുകൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് എന്നുള്ളതും അവർക്കെതിരെ നടപടി ആരംഭിക്കുന്നുള്ളതും സ്വാഭാവികമായി നടക്കുന്നൊരു പ്രൊസീജിയറാണ്. പക്ഷെ നമ്മുടെ ക്യാമ്പസുകൾ, ഇപ്പോൾ കേരളത്തിലെ ക്യാമ്പസുകൾ അഭിമന്യു കൊല ചെയ്യപ്പെട്ടു. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അഭിമന്യു കൊല ചെയ്യപ്പെടുമ്പോൾ അഭിമന്യു ഒരു BJPക്കാരനോ അഭിമന്യു ഒരു RSSകാരനോ അഭിമന്യു ഒരു ABPക്കാരനോ അല്ല. പക്ഷെ അഭിമന്യു കൊല ചെയ്യപ്പെടുമ്പോൾ തീവ്ര സ്വഭാവമുള്ള സംഘടനകളാണ് അതിലെ പ്രതികളായി വന്നിട്ടുള്ളത്. അതിലെ മുഖ്യപ്രതികളടക്കമുള്ള ആളുകൾ ഇപ്പോഴും LDF സർക്കാരിൻ്റെ തണലിൽ സ്വതന്ത്രമായി പുറത്തു നിൽക്കുകയാണ്. അതിൽ കൃത്യമായി ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ പോരുന്ന തരത്തിലേക്കുള്ള ഒരു നടപടിക്രമങ്ങളിലേക്ക് പോകാൻ, അതിൻ്റെ ട്രയൽ നടത്താൻ, അതിൻ്റെ പ്രൊസീജിയറിലേക്ക് പോകാൻ ഇപ്പോഴും സർക്കാരിന് കഴിയുന്നില്ല. അപ്പോൾ ഈ തരത്തിലുള്ള സംഘടനകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ആളുകൾക്ക് ക്യാമ്പസുകളിൽ സ്വാധീനം ലഭിക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇത് ശക്തമായി വരികയാണ്. ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു, പിന്നെ അത് കുറച്ചൊന്ന് പുറകോട്ട് പോയി, വീണ്ടും ശക്തമായി വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ JNU പോലെയുള്ളൊരു ക്യാമ്പസിൽ ഈ തരത്തിലൊരു രാജ്യവിരുദ്ധ പ്രധാനമന്ത്രിക്കെതിരെ മുദ്രാവാക്യം എടുക്കുന്ന രാജ്യവിരുദ്ധ നടപടിയല്ല.
ഏത് ഭരണാധികാരിക്കെതിരെയും ഏത് സർക്കാർ ഒഫീഷ്യലിനെതിരെയും അല്ലെങ്കിൽ ഏത് മന്ത്രിക്കെതിരെയും നമുക്ക് മുദ്രാവാക്യം വിളിക്കാനോ പ്രതിഷേധം സംഘടിപ്പിക്കാനോ പ്രചരണം സംഘടിപ്പിക്കാനോ അവകാശം എല്ലാവർക്കുമുണ്ട്. പക്ഷേ അതിൻ്റെ രൂപവും അതിൻ്റെ രീതിയുമാണ് വ്യത്യാസം. അതിൻ്റെ രൂപവും അതിൻ്റെ പ്രകടമായിട്ടുള്ള രീതിയും കാണിക്കുന്നത് ഒരു രാജ്യവിരുദ്ധ പ്രചരണത്തിൻ്റെ ഭാഗമായി മാറുന്നു എന്നുള്ളതാണ്. മുദ്രാവാക്യം വിളിക്കുന്ന രീതിക്ക് മാറ്റം വരുന്നു. ആരെയാ സപ്പോർട്ട് ചെയ്യുന്നത്? പ്രധാനമന്ത്രിയെ ചീത്ത വിളിക്കുന്നതിൽ ആർക്കും രാഷ്ട്രീയം കലർത്തിക്കൊണ്ടോ രാഷ്ട്രീയ വിമർശനങ്ങൾ നടത്താനോ ആർക്കും അവകാശമുണ്ട്. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ നടപടിയെ വിമർശിക്കാം, സർക്കാരിൻ്റെ നടപടിയെ വിമർശിക്കാം, അതിനെതിരെ തുറന്നു കാണിക്കാം, എന്ത് പ്രചരണം വേണമെങ്കിലും നടത്താം. നമ്മുടെ ഭരണഘടന അതിനുള്ള അവകാശം നൽകുന്നുണ്ട്, സംഘടനകൾക്കും നൽകുന്നുണ്ട്, വ്യക്തികൾക്കും നൽകുന്നുണ്ട്, ആർക്ക് വേണമെങ്കിലും അത് ചെയ്യാം. പക്ഷേ ഇവിടെ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? പകരം സർക്കാരിനെ വിമർശിക്കുമ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ആരെയാണ്? UAPA ചുമത്തപ്പെട്ട് കൊടും കുറ്റവാളികളായി ചിത്രീകരിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന പ്രതികൾക്ക് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ജാമ്യാപേക്ഷ പരിഗണിച്ച് പ്രോസിക്യൂഷൻ്റെ വാദവും അവരുടെ വാദവും എല്ലാം കേട്ടതിന് ശേഷം ഇവർക്ക് ജാമ്യം കൊടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നൊരു ഘട്ടത്തിൽ ജാമ്യം നിഷേധിക്കുമ്പോൾ അതിന് കുറ്റവാളികളായിട്ടും ഉത്തരവാദികളായിട്ടും കാണുന്ന ആരെയാണ്? ഭരണകൂടത്തെ. അപ്പോൾ ഭരണകൂടത്തെ വിമർശിക്കുന്നതിൽ തെറ്റില്ല, ഭരണകൂടത്തിൻ്റെ നടപടികളെ എതിർക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ കുറ്റവാളികളായിട്ടുള്ള UAPA ചുമത്തപ്പെട്ടിട്ടുള്ള പ്രതികളെ അനുകൂലിക്കുന്ന ഒരു നിലപാട് എന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹ പ്രവർത്തനം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഈ കുറ്റവാളികളെ അംഗീകരിക്കുകയും ഈ കുറ്റവാളികളെ സമൂഹത്തിന് മുൻപിൽ വെള്ളപൂശാനുള്ള ശ്രമം നടത്തുകയും അവർക്ക് വേണ്ടി പ്രചരണം നടത്തുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവർ കൂട്ടുപ്രതികളാണ്. ഈ UAPA അടക്കമുള്ള കേസുകളിൽ കൂട്ടുപ്രതികളായി വരേണ്ട ആളുകളാണ്. ആ തരത്തിലുള്ള മാനസികാവസ്ഥയിലാണ് ഈ പ്രചരണം സംഘടിപ്പിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആ നടപടിയെ കേസെടുക്കുക മാത്രമല്ല വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ടതാണ്. കാരണം രാജ്യത്തെ ക്യാമ്പസുകളിൽ ഈ തരത്തിൽ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന, പ്രത്യേകിച്ച് കലാപങ്ങൾ സൃഷ്ടിക്കുന്ന, കലാപങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന, തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സംഘടനകളിൽ പെട്ടിട്ടുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യാനും അവർക്ക് വേണ്ടി സംസാരിക്കാനും അവർക്ക് വേണ്ടി പ്രവർത്തനം നടത്താനും പ്രചരണം നടത്താനും ആളുകളെ സംഘടിപ്പിക്കാനും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനും ആളുകളുണ്ടാകുന്നു എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്നതാണ്. നമ്മുടെ രാജ്യത്തെ പൊതുസമൂഹത്തിന് ഭീഷണിയായി നിൽക്കുന്നതാണ്. രാജ്യത്തെ പൊതുസമൂഹത്തിൻ്റെ സമാധാന ജീവിതത്തിന് ഭീഷണിയായി നിൽക്കുന്നതാണ്. അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. അത് കേസെടുത്തത് കൊണ്ട് മാത്രം ഉണ്ടാകുന്നൊരു മാറ്റമല്ല, അല്ലെങ്കിൽ അവസാനിപ്പിക്കാൻ കഴിയുന്നതുമല്ല. ഇത് മറ്റ് വിദ്യാർത്ഥി സംഘടനകളും പൊതുസമൂഹവും ഉണർന്നു ചിന്തിക്കേണ്ട സമയമാണ്. കാരണം ക്യാമ്പസിനകത്ത് വളർന്നു വരുന്ന ഈ സിസ്റ്റമാണ് പിന്നീട് പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് ഇപ്പോൾ ഡോക്ടർമാരായിട്ടുള്ള ആളുകൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ പഹൽഗാമിലടക്കം, അതിനുശേഷം ഡൽഹിയിൽ നടന്നിട്ടുള്ള ബോംബ് സ്ഫോടനത്തിൽ, ഡൽഹിയിലെ റോഡിൽ നടന്നിട്ടുള്ള ബോംബ് സ്ഫോടനത്തിലൊക്കെ ആരാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്? ഏറ്റവും സുപ്രധാനമായി അതിന് നേതൃത്വം കൊടുത്തുവെന്നും ഗൂഢാലോചന നടത്തിയെന്നും പറയുന്നത് ഡോക്ടർമാരായിട്ടുള്ള ആളുകളാണ്. എഡ്യൂക്കേറ്റഡ് കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ഈ എഡ്യൂക്കേറ്റഡ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റികളിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള വിദ്യാർത്ഥികളോ അതല്ലെങ്കിൽ അങ്ങനെ അഡ്മിഷൻ കിട്ടി മെറിറ്റിൽ വന്നിട്ടുള്ള വിദ്യാർത്ഥികളോ ആണ് ഈ തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതിനു വേണ്ടി പ്രവർത്തിക്കുകയും അതിനുവേണ്ടി സാമഗ്രികൾ ഒരുക്കുകയും ആ പ്രവർത്തനം നടത്തുകയും ചെയ്തത്. ഗൂഢാലോചന മാത്രമല്ല, പ്രവൃത്തിയിൽ നേരിട്ട് കൂടി പങ്കാളിയാകുന്ന സാഹചര്യത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഇത് കാണിക്കുന്നത് രാജ്യത്തെ യുവസമൂഹത്തിനിടയിലേക്ക് ഈ തീവ്രവാദ സംവിധാനങ്ങൾ, സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശക്തമായിട്ടുള്ള ഒരു പ്രവർത്തന പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ആ പ്രവർത്തന പദ്ധതിയിലേക്ക് മറ്റാളുകളെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ തരത്തിലുള്ള നടപടികളും നിലപാടുകളും. അത് വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇങ്ങനെ നമുക്ക് വേണ്ടി സംസാരിക്കാൻ നമ്മൾ മാത്രമുള്ള ഒരു ലോകത്താണ് ഇന്ന് ജീവിക്കുന്നത്. മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും നമ്മുടെ കാര്യം ഇല്ലെങ്കിൽ നമ്മളുടെ താല്പര്യം, നമ്മളുടെ രാഷ്ട്രീയം ഇത് പറഞ്ഞെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഇന്ത്യ ലൈവിനെ പിന്തുണയ്ക്കുക, ഇന്ത്യ ലൈവിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണ് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് നൽകേണ്ടത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, അതുകൊണ്ട് തന്നെ ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.